നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന മഹാത്മാ റോഡിൽ വഴുക്കൽ മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. ഉയർത്തിക്കെട്ടിയ മതിൽ കാഴ്ചമറയ്ക്കുന്നതാണ് പാന്തോട് സെന്ററിലെ അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാരുടെ പരാതി. നെല്ലിന്റെ വില നൽകാതെ കർഷകരെ വഞ്ചിക്കുന്നതിനെതിരെ അന്തിക്കാട് കോൾപ്പടവ് സംരക്ഷണ സമിതി പാഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. റോഡിലെ വഴുക്കൽ മൂലം നടക്കാൻ പോലും സാധിക്കില്ല മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മാ റോഡിൽ. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് ഉപയോഗിക്കാൻ പറ്റാതാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അരുകുകളിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ലാതെ റോഡ് മുഴുവൻ ടൈൽ വിരിച്ചതാണ് അപകടക്കെണിയൊരുക്കിയിരിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കൃത്യമായി ഒഴുകി പോകുന്നില്ല. ടൈൽ വിരിച്ചതിൻ്റെ അടിയിലും വെള്ളമാണ്. പതിവായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പായൽ നിറഞ്ഞ് വഴുക്കുന്നത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് റോഡ്. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ പോകുന്നത്. നിർമ്മാണ സമയത്തു തന്നെ റോഡിന്റെ അശാസ്ത്രീയത പഞ്ചായത്ത് അംഗത്തെയും കരാറുകാരെയും ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് വകവെക്കാതെ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മണലൂർ പഞ്ചായത്തിന്റെ 13-ാം വാർഡാണ് ഈ സ്ഥലം. ഇതിൽ നമ്മൾ മെമ്പറോട് വളരെയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു തവണ ഈ ടൈലിട്ടത് കഴിഞ്ഞ വേനൽക്കാലത്ത് ടൈലിട്ടതായിരുന്നു. അത് പൊളിച്ച് വീണ്ടും ചെയ്തതാണ്. അന്ന് നമ്മൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് വിജയിക്കുള്ളൂ. കോൺക്രീറ്റ് അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ടൈലിൻ്റെ അടിയിൽ വെള്ളം നിൽക്കുകയാണ്, മേലെക്കൂടി വെള്ളം പോകുന്നുണ്ട്. കാനയ്ക്കുള്ള സൗകര്യം ഇവിടെ ഇല്ല. വളരെ കറക്റ്റായിട്ടുള്ള വീതി മാത്രമേ ഈ റോഡിനുള്ളൂ. അതുകൊണ്ട് വെള്ളം മുഴുവൻ റോട്ടിൻ്റെ മേലെക്കൂടിയാണ് പോയിക്കുന്നത്, ടൈലിട്ടതിൻ്റെ മേലെക്കൂടി. അപ്പോൾ ആ ഒരു കാരണം വെച്ചാൽ എന്ത് തന്നെയായാലും സ്ലിപ്പിങ് പോവില്ല. അതിനനുസരിച്ച് റോഡ് ഉയരുമ്പോൾ സൈഡിൽ കുറച്ചെങ്കിലും കാന വരും. അപ്പോൾ അതല്ല അങ്ങനത്തെ കൊണ്ട് ഈ സംവിധാനത്തിൽ ഒരുപാട് പേര് വീണു. 2 വീലർ വീഴാന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതിനൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ പല തവണയായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഇതേമാതിരി അപകടങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ വൈഫ് തന്നെ വീണിട്ടുള്ള ഒരു അനുഭവം. 7 സ്റ്റിച്ചിട്ടുണ്ട് തലയിൽ. അതിവിടെ ബേബി മെറ്റൽ കിടന്നിട്ട്. എന്നിട്ട് നമ്മൾ അന്ന് അവരോട് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ആൾ വീണ പ്രശ്നങ്ങളായപ്പോൾ ബേബി മെറ്റൽ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുവരെ കോൺട്രാക്ടറോട് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കോൺട്രാക്ടറും വെറുതെ റോഡിൽ ഇട്ട് പോയിരിക്കായിരുന്നു. റോഡ് ഉയർത്തി അരികിൽ കാന നിർമ്മിച്ചാലേ ഈ പാത ഉപയോഗിക്കാനാകൂ. പാന്തോട് സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിനെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിനെയും വിഭജിച്ച് കടന്നുപോകുന്ന പാന്തോട് കോൾ റോഡിനോട് ചേർന്ന് കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. മണലൂർ പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലുള്ള മതിൽ പാന്തോട് കോൾ റോഡിൽ നിന്നും കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലേക്ക് വാഹനവുമായി പ്രവേശിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമൂലമാണ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. പാന്തോട് കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് അന്തിക്കാട് മണലൂർ പഞ്ചായത്തിനെ വേർതിരിക്കുന്ന റോഡ് ജംഗ്ഷനിൽ, പാന്തോട് ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ള മതിൽ കാരണം അവിടെ അപകടങ്ങൾ ഉണ്ടാവും. ആ അപകടങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി മതിൽ എന്തെങ്കിലും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് അവിടെ നിന്ന് കാഞ്ഞാണി റൂട്ടിലേക്ക് വണ്ടി കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകെ തടസ്സമാണ്. അവിടെ ആക്സിഡൻറ്റ് പലവട്ടം വണ്ടികൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാന്തോട് കിഴക്ക് നിന്ന് വരുന്ന വണ്ടികൾ വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ എന്നും അവിടെ ഈ ബ്ലോക്കും തിക്കും തിരക്കും അത് കഴിഞ്ഞ് വണ്ടി കയറി വരുമ്പോൾ മറ്റുള്ള വണ്ടികൾ കാണാൻ അവിടുത്തെ മതിൽക്കെട്ട് കാരണം കാണാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള കാരണം എന്നും ആക്സിഡൻറ്റ് പതിവാണ് അവിടെ. അപ്പോൾ അത് കാരണം ആ മതിൽ ആകെ എല്ലാവർക്കും ഒരു തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കാണണം. യാത്രക്കാർക്ക് ജീവഹാനി ഉണ്ടായേക്കാവുന്ന തരത്തിൽ നിലകൊള്ളുന്ന മതിൽ പൊളിച്ചു മാറ്റുകയോ താഴ്ത്തിക്കെട്ടുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാന്തോട് കിഴക്ക് പ്രദേശത്തെ ആളുകൾ മണലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാന്തോട് കോൾ റോഡ് ഉദ്ഘാടന വേളയിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫലകം
മതിൽ കെട്ടുന്നതിനോടൊപ്പം പൊളിച്ചു മാറ്റിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. മതിൽ പണിതിട്ടുണ്ട് ഒരു സ്വകാര്യ വ്യക്തി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴക്കുന്ന വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് വരുമ്പോൾ അത് കാണാൻ തീരെ സാധിക്കുന്നില്ല. അതുപോലെ ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടിയിട്ട് ഞാനൊരു 3 ആഴ്ചയോളം വീട്ടിലിരുന്നു. ഇപ്പോൾ വടക്കുന്ന് വരുന്ന വാഹനങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡ്രൈവർ കയറി നിന്ന് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ ഇന്നാളൊരു ചേച്ചിയായിട്ട് ഞാൻ കൂട്ടിയിടിച്ചു. എൻ്റെ കാലിന് ലിഗ്മെൻറ്റ് പൊട്ടി. ആ ചേച്ചിയും കുറച്ച് ഫ്രാക്ചർ പറ്റി അത് പ്രശ്നം കഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതൊരു ബെൽമൗത്ത് നിർമ്മിച്ച് അത് ഇറക്കി കെട്ടാൻ വേണ്ട ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നെല്ലിന്റെ വില നൽകാതെ കർഷകരെ വഞ്ചിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ അന്തിക്കാട് കോൾപ്പടവ് സംരക്ഷണ സമിതി അയ്യന്തോൾ പാഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൊയ്ത്ത് കഴിഞ്ഞ് 4 മാസമായിട്ടും അന്തിക്കാട് പാടശേഖരത്തിലെ 2000-ഓളം വരുന്ന നെൽകർഷകരെ പാഡി ഓഫീസും സിവിൽ സപ്ലൈസും അവഗണിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. RMP സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് AG ധനപാലൻ അധ്യക്ഷനായി. സെക്രട്ടറി സക്കീർ ഹുസൈൻ പതിപ്പറമ്പത്ത്, TB രബീഷ്, ബിന്ദു സതീശൻ എന്നിവർ പങ്കെടുത്തു. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില 4 മാസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് കൃഷിഭവൻ ഓഫീസിന്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, KB രാജീവ്, VK മോഹനൻ, E രമേശൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ഗൗരി ബാബു, മോഹൻദാസ്, റിസിയ ഹബീബ്, AS വാസു എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നയവ്യതിയാനം സംഭവിച്ചുവെന്നും കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനു പകരം ദ്രോഹിക്കുന്ന നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും വർത്തമാനകാല രാഷ്ട്രീയം വ്യക്തമാക്കുന്നതായി KK കൊച്ചു മുഹമ്മദ് പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ട സന്ദർഭത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് അന്തിക്കാട് കോൾ മേഖലയിലുള്ള കൃഷിക്കാരായ കർഷക സുഹൃത്തുക്കൾ അവർ പണിയെടുത്തുണ്ടാക്കിയ ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്നില്ല എന്ന ആവലാതിയുമായി ഇവിടെ ഒരു പ്രതിഷേധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ജില്ലയിൽ നെല്ല് സംഭരിച്ച് കാലാകാലങ്ങളിൽ അതിൻ്റെ പണം കൊടുക്കുന്ന സംവിധാനം മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ നെല്ല് സംഭരിച്ചതിൻ്റെ പൂർണ്ണമായ വില ഇനിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് തൈലം നൽകി കോൺഗ്രസ് സമരം. നാട്ടിക പഞ്ചായത്ത് ഭരണം ജനങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. മാനാഭിമാനത്തിന്റെ കണിക ലെവലേശം പോലും അവരിൽ അവശേഷിക്കുന്നില്ല. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ, പ്രത്യേകിച്ച് നാട്ടിക ബീച്ച് റോഡിലൂടെ ഒന്ന് നടന്നാൽ ഇരുചക്ര വാഹനത്തിൽ, ഓട്ടോറിക്ഷയിൽ, കാറിൽ, ബസ്സിൽ യാത്ര ചെയ്താൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന തൈലം ചെറുപ്പക്കാർ പോലും പുരട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ്. നാട്ടിക ബീച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവും നട്ടെല്ലും ഒടിയുകയാണ്, അതല്ലെങ്കിൽ തണ്ടല് തകരുകയാണ്. എന്നിട്ടും നാട്ടിക ഗ്രാമപഞ്ചായത്ത് അനങ്ങുന്നില്ല, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മിണ്ടുന്നില്ല, ഒരടി പോലും ഈ പഞ്ചായത്ത് ചലിക്കുന്നില്ല. പദ്ധതികൾക്ക് ഒരു കാഴ്ചപ്പാടും നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്കില്ല. റോഡുകൾ മുഴുവൻ താറുമാറായിട്ടിരിക്കുന്നു. ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ ഒരു പ്രവൃത്തിയും പഞ്ചായത്തിൽ നടക്കുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത പഞ്ചായത്ത് ജനങ്ങളോട് കുറ്റസമ്മതം നടത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, പഞ്ചായത്ത് മെമ്പർ KR ദാസൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു.
കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ മൂലമന്ത്രാർച്ചനയും വിശേഷാൽ പാനക നിവേദ്യവും നടന്നു. എല്ലാ മാസവും ചതുർത്ഥി നാളിൽ നടത്തുന്ന നരസിംഹ മൂലമന്ത്രാർച്ചനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സമിതി സെക്രട്ടറി പി വേണു, ട്രഷറർ കെ സൂര്യനാരായണൻ, MG പ്രദീപ്, VV പ്രമോദ്, UK ചന്ദ്രൻ, KM മഹേഷ്, മാതൃസമിതി അംഗങ്ങളായ അജിത ശ്രീനിവാസൻ, രഞ്ജിനി വേണു എന്നിവർ നേതൃത്വം നൽകി. മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. DYFI ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായാണ് വലപ്പാട് മേഖലാ കമ്മിറ്റി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോറുകൾ വിതരണം ചെയ്തത്. പൊതുച്ചോറുകളുമായി പോകുന്ന വാഹനം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം VR ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. മേഖലാ പ്രസിഡന്റ് അമൽ T പ്രേമൻ അധ്യക്ഷനായി. അരുൺ ശിവജി, ലെനിൻ സോമൻ, EP അജയ് ഘോഷ്, ശൈലജ ജയലാൽ, മോഹനൻ മാസ്റ്റർ, VS സൂരജ് എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. ചേട്ടാ
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഫിഷറീസ് വകുപ്പ് ചേറ്റുവ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യ കർഷക സംഗമവും മത്സ്യ കർഷക അവാർഡ് വിതരണവും നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ചേറ്റുവ മത്സ്യഭവൻ എക്സ്റ്റൻഷൻ ഓഫീസർ AU ശ്രുതിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി, സീന അനിൽകുമാർ, ആന്റോ തുറയൻ, ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ എന്നിവർ സംസാരിച്ചു. മത്സ്യ കർഷക ദിനം ആചരിക്കുന്ന ഈ വേളയിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചിങ്ങം 1 കർഷക ദിനം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ പലരും കരുതിയിട്ടുണ്ട്. പക്ഷേ ഒരു സമ്മിശ്ര കൃഷി രീതി സമ്പ്രദായം എന്ന രീതിയിൽ അത് മത്സ്യമായാലും അതുപോലെ പച്ചക്കറി മേഖലയിലായാലും ക്ഷീരമേഖലയിലായാലും അതുപോലെ മത്സ്യം മാംസം തുടങ്ങിയുള്ള എല്ലാ തലത്തിലും എല്ലാ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ ഭാഗമായി കൊണ്ട് ഉത്പാദനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ കൃഷിക്കാരനെ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, എതിർത്തുപൂജ, പഞ്ചവിംശതി, കലശപൂജ, പഞ്ചഗവ്യ പൂജ, കലശാഭിഷേകം, മധ്യാഹ്ന പൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് NV രാജേന്ദ്രൻ, സെക്രട്ടറി NS സുഖദൻ, ഗജാൻജി, NI രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. താന്യം കുടുംബശ്രീ മോഡൽ CDSന്റെ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുജിത ദിനേശ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ജനപ്രതിനിധികളായ TP മായ, CL ജോയ്, ആന്റോ തുറയൻ, ശ്രീകല സന്തോഷ്, CDS ഉപജീവന ഉപസമിതി കൺവീനർ സരിത രാദീപ്, ബ്ലോക്ക് കോർഡിനേറ്റർ ഗഗന എന്നിവർ സംസാരിച്ചു.
കുറേയേറെ സംരംഭങ്ങൾ നമ്മുടെ കാഞ്ഞം പഞ്ചായത്തിലെ ഓരോ കുടുംബശ്രീകളിലും വ്യത്യസ്തമായ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഒരു നിമിത്തം എന്ന പോലെയാണ് മോഡൽ സീരീസ് ആയിട്ട് നമുക്ക് തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഞാറ്റുവേല ചന്ത ഒന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. 3 ദിവസത്തെ 10, 11, 12 എന്നീ 3 ദിവസങ്ങളിലുള്ള ചന്തയാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. കുറേയേറെ ഇപ്പോൾ പച്ചക്കറി തൊട്ടിട്ട് ചെടികൾ തൊട്ട് പച്ചക്കറി എല്ലാ സാധനങ്ങളും തൈയായാലും എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഇനിയും കൂടുതൽ ഇത് വളരെ കുറവാണ് എങ്കിൽ പോലും കൂടുതൽ സാധനങ്ങൾ ഇനി ആളുകൾ കൊണ്ടുവരും. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശാഭിഷേകത്തിന്റെ ഭാഗമായി ഭഗവതി സേവ നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഹോമകലശാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്കത്ത് നന്ദകുമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, ഖജാൻജി രഞ്ജൻ, മുഖ്യരക്ഷാധികാരി അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 6 മുതൽ തുടങ്ങിയ അനുബന്ധ നവീകരണ കലശവും മറ്റു വൈദിക കർമ്മങ്ങളും ജൂലൈ 12 വെള്ളിയാഴ്ച സമാപനം കുറിക്കും. മത്സ്യകർഷക ദിനത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യകർഷക സംഗമവും അവാർഡ് വിതരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷിക്കായുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ച ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിനെ മികച്ച മത്സ്യകർഷക പഞ്ചായത്തായി ആദരിച്ചു. വിവിധ പഞ്ചായത്തിലെ മികച്ച മത്സ്യകർഷകരെ ആദരിക്കുകയുമുണ്ടായി. ഫിഷറീസിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് നാട്ടിക മത്സ്യഭവനിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർ MP കൃഷ്ണപ്രസാദ് വിശദീകരിച്ചു. ഫിഷറീസ് ജീവനക്കാരായ സുജിത് കുമാർ M, CV വിനിഷ, KS ശില്പ, TJ അശ്വതി, നീതു സിജീഷ് എന്നിവർ പങ്കെടുത്തു. മത്സ്യം ശേഖരിച്ച് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മത്സ്യങ്ങൾ വളർത്തിയെടുത്തത് പുരാതന ഈജിപ്തിലൊക്കെയാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മറ്റൊരു വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് അങ്ങോട്ടാണ് മനുഷ്യൻ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് ഇത്തരത്തിലുള്ള മത്സ്യങ്ങളെ വളർത്താൻ തീരുമാനിച്ചതും അതിന്റെ കൃഷിയിലേക്കും ഒക്കെ കടന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല പേരുകളിലാണ് മത്സ്യം വളർത്തുന്നത്, പല പേരുകളിലും പല രൂപത്തിലും. ഏകദേശം 950 ഉൾനാടൻ മത്സ്യങ്ങൾ ഈ കേരളത്തിനകത്തുണ്ട്. അതിൽ ഏറ്റവും വിപണിയിൽ ഏറ്റവും സാധ്യതയുള്ളത് ബ്രാൽ എന്ന് പറയുന്ന ബിലാൽ, അതേപോലെ തന്നെ നമ്മുടെ കളാഞ്ചി, തിലപ്പിയൊക്കെ നമ്മളിവിടെ കഴിക്കുകയാണ്. അന്തിക്കാട് ബ്ലോക്ക് മണലൂർ മാതൃകാ CDS അഗ്രി ഇക്കോളജിക്കൽ പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹരീഷ്, മികച്ച കർഷകശ്രീ അവാർഡ് ജേതാവ് സജിത എന്നിവർ കർഷകർക്ക് പരിശീലനം നൽകി. വൈസ് ചെയർപേഴ്സൺ രാജി സുധീരൻ, കൺവീനർ ലിനി സുനിൽകുമാർ, സിമി വിജേഷ് എന്നിവർ പങ്കെടുത്തു. വിവിധ ഇനം വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഭരണസമിതി അംഗം ഇറങ്ങിപ്പോയി. വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഭരണസമിതി അംഗം ഷോയ് നാരായണൻ ഇറങ്ങിപ്പോയത്. ഈ ഭരണസമിതി അധികാരത്തിൽ കയറി ആദ്യ വർഷം കോവിഡ് മൂലം യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നും, എന്നാൽ ബാക്കി 2 വർഷക്കാലം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടുകളും ഉപയോഗിച്ച് കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തി. എന്നാൽ ഇപ്പോൾ പുതിയ പ്രസിഡന്റിന്റെയും പുതിയ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നാരോപിച്ചാണ് ഷോയ് നാരായണൻ ഇറങ്ങിപ്പോയത്.
വലപ്പാട് കരയാമുട്ടം സ്വദേശി കണ്ണോത്ത് പ്രകാശിന്റെ മകൻ പ്രസാദ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും സുമനസുകളുടെ സഹായം തേടുന്നു. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഇദ്ദേഹം ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തിപ്പോരുന്നത്. ചികിത്സകൾക്കും വീട്ടുചിലവിനും ഇപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് സഹായിച്ചു വരുന്നത്. വൃക്ക നൽകാൻ ഭാര്യ തയ്യാറാണ്. പക്ഷേ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക വലുതാണ്. സാമ്പത്തിക സഹായം നൽകി ഈ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സണുമായ ഷിനിത ആഷിഖ്, ജനറൽ കൺവീനറും വാർഡ് മെമ്പറുമായ അജ്മൽ ഷെരീഫ്, ട്രഷറർ ബിജോയ് പാണാട്ട് എന്നിവർ അഭ്യർത്ഥിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9496046102 അല്ലെങ്കിൽ 9746944245 അല്ലെങ്കിൽ 6282104980. കാഞ്ഞാണി കുറുവങ്ങാട്ടിൽ കൃഷ്ണന്റെ മകൻ വേണുഗോപാലൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഭാര്യ കോമള, മക്കൾ സ്മിത, സ്നിത, ശ്രുതി, മരുമക്കൾ സുരേഷ്, അനു, വിജീഷ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വെങ്കിടങ്ങ് നിദ്രാവനത്തിൽ. അന്തിക്കാട് പാന്തോട് കിഴക്കുവശം കൊല്ലാറ രാമകൃഷ്ണന്റെ ഭാര്യ സുഭദ്ര അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന മഹാത്മാ റോഡിൽ വഴുക്കൽ മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. ഉയർത്തിക്കെട്ടിയ മതിൽ കാഴ്ചമറയ്ക്കുന്നതാണ് പാന്തോട് സെന്ററിലെ അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാരുടെ പരാതി. നെല്ലിന്റെ വില നൽകാതെ കർഷകരെ വഞ്ചിക്കുന്നതിനെതിരെ അന്തിക്കാട് കോൾപ്പടവ് സംരക്ഷണ സമിതി പാഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.